കഴിഞ്ഞ ദിവസം ബാബു പോളിൻ്റെ ഒരു ഓർമ്മ താളുകളിൽ അദ്ദേഹം കുറിച്ചിട്ട വരികൾ, നമ്മളൊക്കെ വീട്ടുകളിൽ ഏറ്റവും നല്ല പ്ലേറ്റുകൾ എടുത്ത് അലമാരിയിൽ വയ്ക്കും. കാരണം എന്തിനാണെന്നറിയോ? വിരുന്നുകാർ വരുമ്പോൾ വിളമ്പാൻ. ഏറ്റവും നല്ല വസ്ത്രം എടുത്ത് ഇടാതെ വെക്കും, എല്ലായിടത്തും പോകുമ്പോൾ ഇടാൻ. പെട്ടെന്നായിരിക്കും ഒരു തളർവാദം പിടിച്ച് ഡിം കിടക്കണത്, അവിടെ കിടക്കും ആ സാധനം അലമാരിയിൽ, അല്ലേ? നല്ല ഏറ്റവും ചളങ്ങിയതിൽ നമ്മൾ ഭക്ഷണം കഴിക്കും. എന്നിട്ട് എല്ലാ സ്വരുക്കും കൂട്ടിച്ച് ചിലപ്പോൾ ബാങ്കിൽ ഡിപ്പോസിറ്റൊക്കെ ആയിട്ടിടും. ഒരു 10-60 വയസ്സാകുമ്പോഴേക്ക് PSC പാസ്സാവും. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇത് മൂന്നും കിട്ടും. അത് കഴിയുമ്പോൾ ഓർമ്മയുണ്ടാവില്ല, വെളിവുണ്ടാവില്ല, ബാങ്കിലിട്ട കാശിന് പോലും ഓർമ്മയുണ്ടാവില്ല. അവസാനം പോകുന്ന ഒരു യാത്രയുണ്ട് അങ്ങോട്ടേക്ക്, ഒറ്റ കോടിയേ തരുള്ളൂ. ഈ ശാഖക്കാർ കൊണ്ടുവന്ന്, ആലയിലെ ശാഖക്കാർ കൊണ്ടുവന്ന് ഒരു മഞ്ഞക്കോടി പതിപ്പിക്കും. പാർട്ടിക്കാരാണെങ്കിൽ ഒരു ചുവന്ന കോടി പതിപ്പിക്കും. ഈ ഒരു കോടിയേ കിട്ടുള്ളൂ. 10,000-കണക്കിന് കോടി ഉണ്ടായിരുന്ന ജയലളിതയെ ശശികലത ഇങ്ങനെ ഒന്ന് മുട്ടുകൈ കൊണ്ട് തട്ടിയുള്ളൂ. ആ 10,000 ജോഡി ചെരുപ്പടക്കമുള്ള സകലതും പോയി കോടികൾ, അല്ലേ? അപ്പം മനുഷ്യൻ്റെ ജീവിതം ക്ഷണികമാണ്. നിങ്ങളത് ആനന്ദിക്കുക, ആഘോഷിക്കുക, അല്ലേ? ഇപ്പൊ വേണ്ട, വിരുന്നുകാർ വരട്ടെ, ആ നല്ല പാത്രത്തിലൊക്കെ എടുത്ത് ചോറുണ്ടെന്നേ. നമ്മൾ ജീവിക്കാണ്ട് ഇത് ആർക്ക് വേണ്ടിയിട്ട് ഈ കരുതി വയ്ക്കണത്? ഞാനിപ്പോൾ ആലോചിക്കും, എൻ്റെ അനുഭവത്തിൽ എന്ന് പറയണേ, കല്യാണം കഴിഞ്ഞ് അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, അവരെയൊക്കെ ഭംഗിയായിട്ട് അമ്മായി അച്ഛനെ, അമ്മായി അമ്മ എല്ലാവരെയും നോക്കി. ഇപ്പം മക്കൾക്ക് മൂത്ത മകന് 37 വയസ്സായി, രണ്ടാമത്തേന് 29 വയസ്സായി. പഠിപ്പിച്ച് കല്യാണം കഴിച്ച് ഇപ്പം അവരൊക്കെ പ്രസവിക്കാനായിട്ട് 2 പേര് തയ്യാറായിയൊക്കെയാണ്. ഒരു പേരക്കൊച്ചും ഉണ്ട് എനിക്ക്, അല്ലേ? അപ്പം ഇപ്പം എൻ്റെ മൂത്ത മോനേടൊക്കെ പറയും, അമ്മ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ടൂർ പോട്ടാണ്. അപ്പം ഞാൻ ആലോചിക്കും, ഇപ്പം കാലുവേദനയുണ്ട് ഇടക്കൊക്കെ. മറ്റേ SNDP-കാർ സ്നേഹത്തോടു കൂടി ചെല്ലുമ്പോൾ ഷീബ ടീച്ചറിന് നാരങ്ങ വെള്ളം, പായസം, ഈ കുടുംബ യൂണിറ്റ് വാർഷികത്തിന് ചെല്ലുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞാലും ടീച്ചർ ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ട് പോകും. അപ്പം അത് നിരസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്നലെയും കുടിച്ചു ഒരു പായസം. അങ്ങനെ പായസവും നാരങ്ങ വെള്ളയും ചായവും ഒക്കെ സ്നേഹത്തോടു കൂടി കുടിച്ച് എനിക്ക് ഷുഗറും ഉണ്ട് ചെറുതായിട്ട്. അപ്പം ഞാൻ പറയണത്, ഇപ്പം ആലോചിക്കുമ്പോൾ ജീവിതത്തിലെ നല്ല കാലങ്ങളൊക്കെ ഏതാണ്ട് 60 വയസ്സ്, ഷഷ്ടിപൂർത്തിയും കഴിഞ്ഞു. ഇനി എപ്പോഴാണ് ഒന്ന് ഓടാൻ പറ്റുന്നത്? ഇനി എപ്പോഴാണ് ഇങ്ങനെ അടിച്ചു പൊളിക്കാൻ പറ്റുന്നത്? അപ്പം ജീവിതത്തിലെ നല്ല കാലം മുഴുവൻ നമ്മൾ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അല്ലേ, ഒക്കെ ജീവിച്ചു. നമുക്ക് വേണ്ടി ജീവിക്കാൻ ഒരല്പം സമയം നമ്മൾ കരുതി വെച്ചോ? ഭാര്യയും ഭർത്താവും കൂടി നമ്മുടെ നല്ല ആ യൗവനം, നമ്മളുടെ സമ്പത്തുള്ള ആരോഗ്യമുള്ള സമയമൊക്കെ അവിടെയൊക്കെയാ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഭവനധർമ്മം. നിങ്ങൾ ഇപ്പം വീടുകളൊക്കെ സെമിത്തേരി പോലെയാ, അല്ലേ? എന്താ സെമിത്തേരിയുടെ പ്രത്യേകത? ആരും ഉണ്ടാവില്ല. തെക്കോട്ട് പോയവരൊക്കെ കൂടി കിടക്കണ സ്ഥലമാണ് പള്ളി സെമിത്തേരി, അല്ലേ? മിണ്ടാട്ടൂല. ചില വീട് അങ്ങനെയാ. പണ്ടൊക്കെ നല്ല വിശാലമായ വരാന്തകളുണ്ട്. ഇപ്പൊ VARANDA വരാന്ത, വരണ്ട എന്നാണ്, അല്ലേ? VARANDA വരാന്താന്നും വായിക്കാം, വരണ്ടാന്നും വായിക്കാം. കാരണം നമ്മൾ അതിലൊക്കെ കെട്ടിത്തിരിച്ച് എങ്ങനെയാണ് മറ്റേ ജാനകി ചേട്ടത്തി, ത്രേസ്യാമ്മ ചേട്ടത്തി, അല്ലേ, നഫീസുമ്മ, എല്ലാവരും കൂടി ഇങ്ങനെ ലൈനായിട്ടിരുന്ന് പേൻ നോക്കും. ഇന്ന് തലയിൽ പേനുമില്ല, പേനും കപ്പൽ കയറി. അതിനെയൊക്കെ കൊല്ലാനുള്ള കെമിക്കലാണല്ലോ നമ്മൾ തലയിലടിക്കണത്. പണ്ടങ്ങനെയല്ല. ഉച്ചയ്ക്ക് ഒരു 2-2:30 ആകുമ്പോൾ എല്ലാ അയൽവക്കത്തുകാരും വരും. ആൻ്റണി ചേട്ടനും റപ്പായി ചേട്ടനും ഗോവിന്ദൻ ചേട്ടനും ഒക്കെ കൂടിയിരുന്ന് രാഷ്ട്രീയം ഒന്ന് അരച്ച് കലക്കും, അല്ലേ? പെണ്ണുങ്ങളൊക്കെ കൂടി പൊരുന്ന കോഴി ഒരു ഭാഗത്ത് കിടപ്പുണ്ടാവും. അത് ആ വരാന്തയിൽ എവിടെയെങ്കിലും ഇരുന്ന് മുട്ടയിടും. ചിലതുങ്ങൾ കോഴി കുഞ്ഞുങ്ങളെ കുത്തി വിരിയിക്കും. അങ്ങനെ ഒരു വലിയ പാരസ്പര്യം ഉണ്ടായിരുന്നു. അത് പ്രകൃതിയോടാണെങ്കിലും മനുഷ്യരോടാണെങ്കിലും ഉണ്ടായിരുന്നു ഈ ഒരു പാരസ്പര്യം. പക്ഷേ ഇന്നിപ്പോൾ സെമിത്തേരികൾ പോലെയാണ്. കഞ്ഞി വിളമ്പട്ടെ, കുറച്ച് കഴിയട്ടെ, മെസ്സേജാ, അല്ലേ? കഞ്ഞി വിളമ്പട്ടെ, കുറച്ച് കഴിയട്ടെ. കാരണം പൂപ്പരാരും മുകളിലിരിക്കേ ഈ സാധനത്തിൽ തോണ്ടിക്കൊണ്ടേ, ഭാര്യ അടിയിലിരുന്ന് തോണ്ടേ. അപ്പം മെസ്സേജ് അയച്ചു, കാര്യം ക്ലീനായി. മക്കളാണെങ്കിലോ അതിനേക്കാൾ ഗംഭീരമായിട്ട് തോണ്ടിക്കൊണ്ടിരിക്കുക.
ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ആലയിലെ കാര്യം എനിക്കറിഞ്ഞുള്ള, പറവൂരിലെ കാര്യമോ ഞാൻ ഈ പറയണേ കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പീഡിലുള്ള ജീവിതം ഇങ്ങനെ നെട്ടോട്ടം പായുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അല്ലേ. ഒരു കൊച്ചു ജീവിതം അല്ലേ, ഒരു കുഞ്ഞു ജീവിതം. ആ ശ്രീനാരായണ ഭഗവാൻ പറയുന്നത് പോലെ അത് സെമിത്തേരിയാക്കരുത് അല്ലേ. ഹലോ, ഉറക്കം വരുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ഇല്ല. എന്നാ നമ്മൾ അമ്മമാർക്ക് വേണ്ടി ഒരു കഥ പറഞ്ഞ് ഇവിടെ ഉള്ള ആണുങ്ങൾക്ക് കൊടുക്കാം നമുക്ക്. ഓക്കെ, നമ്മളൊക്കെ എങ്ങനെയാ അമ്മമാര്? മിക്കവാറും എല്ലാ അമ്മമാരും ഒരു 5 മണിക്ക് എഴുന്നേക്കും. 5 പോട്ടെ 5:30. ഇപ്പം മിക്സിയും വാഷിംഗ് മെഷീനും എല്ലാ സാധനങ്ങളും ഉള്ളതുകൊണ്ട് ഞങ്ങൾ 6 മണിക്ക് എണീക്കുള്ളൂ. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് എല്ലാം മെഷീൻ ചെയ്യണമുണ്ട്. പതിവ് പോലെ ആ അമ്മ 5:30 മണിക്ക് എഴുന്നേറ്റു, അടുക്കളയിലേക്ക് പോയി. അവിടെ അവരുടെ പതിവ് ശൈലിയാണ് അത്. അവർ പോയി ഓരോ ജോലികളായിട്ട് ഇങ്ങനെ ചെയ്തു. എന്നും 6:30 മണിക്ക് നല്ലൊരു ചൂട് ചായയുമായി അയാളുടെ ഭാര്യ പുതപ്പുകൾ മാറ്റി അയാളെ വിളിച്ചുണർത്താറുണ്ട്. അതാണ് പതിവ്. ആ കാപ്പിയും കുടിച്ച് പത്രവും വായിച്ചിരിക്കുമ്പോഴേക്കും വെള്ളം ചൂടായി കഴിഞ്ഞിരിക്കും. കുളിച്ചു വരുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. അങ്ങനെ എന്നും തനിക്ക് വേണ്ട ചോറ്റുപാത്രത്തിൽ ചോറും കെട്ടി അവള് യാത്രയാക്കുമായിരുന്നു. മിക്കവാറും അമ്മമാര് ഭർത്താവിനും മക്കൾക്കും ഇത് ചെയ്യുന്നവരാണ്. പതിവ് പോലെ അയാൾ കട്ടിലിൽ കിടക്കുകയാണ്. സമയം 6:30 അവൾ ഇപ്പോൾ വരുമായിരിക്കും, വന്നിട്ടില്ല. 7 മണി കഴിഞ്ഞു, എന്നിട്ടും ചൂട് കാപ്പിയുമായി അവൾ എത്തിയില്ല. അയാൾ മെല്ലെ പുതപ്പുകൾ മാറ്റി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അടുക്കളയിൽ ചെന്ന് നോക്കി. അവിടെ അവളെ കാണാനില്ല. മറ്റു മുറികളിലൊക്കെ നോക്കി, അവളില്ല. മുറ്റമടിക്കുമായിരിക്കുമെന്ന് കരുതി മുറ്റത്ത് ചെന്ന് കിഴക്കേ തൊടിയിൽ നോക്കി, കാണുന്നില്ല. അവസാനം പിന്നാമ്പുറത്ത് ചെന്ന് നോക്കുമ്പോൾ ചാരി വെച്ചിരിക്കുന്ന ചൂലിന് മീതെ മുഖം കമത്തിക്കൊണ്ട് ഓടവെള്ളം പോകുന്ന അടുക്കളച്ചാലിലെ ഓവുചാലിൽ അവൾ കമന്നടിച്ച് കിടക്കുകയാണ്. അയാൾ ഓടിച്ചെന്ന് അവളെ കോരിയെടുത്ത് തൻ്റെ മടിയിലേക്ക് കിടത്തി. വെള്ളം തളിച്ചു നോക്കി. നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൾ മരിച്ചു കഴിഞ്ഞു എന്ന്. ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കയറിയപ്പോഴേക്കും സമയം ഇരുട്ടി. മൂത്ത മകൻ ഉറക്കത്തിലായി. 5 വയസ്സുകാരൻ ഉണ്ണിക്കുട്ടൻ ശാഠ്യം പിടിച്ച് കരയുകയാണ്. എനിക്ക് വല്ലാതെ വിശക്കുന്നച്ച, എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു. അയാൾ ആദ്യമായി അടുക്കളയിലേക്ക് കയറി. സ്ലാബുകളിൽ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. അയാൾ ഓരോന്നും തുറന്നു നോക്കി. അതിൽ ചോറും കറികളും എല്ലാം ഉണ്ട്. ആദ്യമായി അയാൾ തൻ്റെ ഭാര്യ എന്നും ഇരിക്കാറുള്ള മലപ്പലകയിൽ, ആ മരത്തിൻ്റെ പലകയിലിരുന്നു. ഉണ്ണിക്കുട്ടന് ഓരോന്നും വിളമ്പി കൊടുക്കുമ്പോൾ അയാളിൽ ഒരു വല്ലാത്ത സങ്കടം അയാളുടെ ഹൃദയത്തിൽ തളം കെട്ടി. അയാൾ അറിയാതെ തന്നെ അയാളുടെ മനസ്സ് വിങ്ങുകയായിരുന്നു. അവസാനം ഉണ്ണിക്കുട്ടൻ പറഞ്ഞു, ആ പളുങ്കു പാത്രം ഒന്ന് തുറന്നു നോക്കൂ അച്ഛാ എന്ന്. ആ പളുങ്കു പാത്രം തുറന്നു നോക്കുമ്പോൾ അതിൽ നെയ്പായസമാണ്. തൻ്റെ ഭർത്താവിനും മക്കൾക്കും ഏറെ ഇഷ്ടപ്പെട്ട നെയ്പായസമാണ്. ഉണ്ണിക്കുട്ടൻ ചോറ് മാറ്റി വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് നെയ്പായസം മതി അച്ഛാ എന്ന് പറഞ്ഞു. ആ നെയ്പായസം പകുത്തു കൊടുക്കുമ്പോൾ അയാളുടെ കണ്ണുനീർ ആ നെയ്പായസത്തിലേക്ക് ഊർന്നിറങ്ങി. ജീവിതത്തിൻ്റെ അവസാന ശ്വാസം തൻ്റെ പ്രാണന്റെ നെഞ്ചിൻ കൂട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോഴും തൻ്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടതെല്ലാം ഒരു കൂട്ടി വയ്ക്കാൻ
ആ അമ്മ വെമ്പൽ കൊള്ളുകയായിരുന്നു. അയാൾ ആലോചിച്ചു, വർഷങ്ങൾക്ക് മുൻപ് നല്ല നീണ്ട ഇരുണ്ട ചുരുണ്ട മുടികളോടുകൂടി കവിതയുറങ്ങുന്ന കണ്ണുകളോടുകൂടി തൻ്റെ കൈ പിടിച്ചു വന്ന കൊലുന്നനെയുള്ള അവളുടെ അസുഖം ഞാൻ അറിഞ്ഞില്ല. അതറിയാതെ പോയി. അവൾ ഒരു യന്ത്രം കണക്കെ ഓരോ മുറിയിലും കയറി ഇറങ്ങുമ്പോൾ, ഞങ്ങൾക്ക് വേണ്ടി ഓരോന്നും ചെയ്തു വയ്ക്കുമ്പോൾ, അവസാനം താൻ മയങ്ങിക്കഴിയുമ്പോൾ തൻ്റെ കൂടെ വന്ന് കിടക്കുന്നവളുടെ വേദനയും നൊമ്പരവും അസുഖവും താൻ അറിയാതെ പോയല്ലോ എന്നാലോചിച്ചപ്പോൾ അയാളുടെ ചങ്കൊന്ന് പിടഞ്ഞു. ആ നെയ്പായസത്തിൻ്റെ പാത്രം മൂടി വെച്ചുകൊണ്ട് അയാൾ ഏറെ നേരം ആ മരപ്പലകയിലിരുന്ന് അങ്ങനെ കണ്ണീർ വാർത്തു. ഇത് നെയ്പായസം എന്നൊരു ചെറുകഥയാണ്. ഈ നെയ്പായസം എന്ന കഥ ഒരുപാട് വീട്ടമ്മമാരുടെ നേർക്കാഴ്ചയാണ്. ചിലപ്പോഴെങ്കിലും ഭാര്യയെ മനസ്സിലാക്കാത്ത, സഹോദരിയെ മനസ്സിലാക്കാത്ത, അമ്മയെ മനസ്സിലാക്കാത്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ കൂട്ടിപ്പിടിക്കാനും കരുതാനും കൂടെ ചേർത്ത് നിർത്താനും ആളുണ്ടാകുമ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ഭവനധർമ്മം അന്വർത്ഥമാകുന്നത്. ആ ഭഗവാൻ പറഞ്ഞു തരാത്തതും ഒന്നുമില്ല എന്ന് നമ്മൾ ആലോചിക്കണം.